നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കോൺടാക്റ്റിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. നമ്മളൊക്കെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്, പല ആളുകൾക്കും കോൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും കോൾ വരാറുണ്ട്. എന്നാൽ കോൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഡയലർ ഓപ്പൺ ചെയ്യുക. സാധാരണ നമ്മൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ഫോൺ ബൈ ഗൂഗിൾ എന്നുള്ള ഡയലർ ആപ്പാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും. ഈ ഒരു ആപ്പാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്താണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാനും മാത്രമല്ല ഒരുപാട് ഫീച്ചറുകളുള്ള, കൂടാതെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ലഭ്യമാണ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡയലറാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയലർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇടത് ഭാഗത്തൊരു 3 ലൈന് കാണും. ഈ കാണുന്ന 3 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോളിംഗ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കോളിംഗ് കാർഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 2 ഫീച്ചർ കാണാൻ സാധിക്കും. ഇത് രണ്ടും നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ യുവർ കോളിംഗ് കാർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺടാക്റ്റ് നമ്പറൊക്കെ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു സ്ക്രീനായി കാണാൻ സാധിക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് ക്യാമറ ഉണ്ട്, ഗാലറി ഉണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഗാലറി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക, നമ്മുടെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ ഇവിടെ വെച്ച് കൊടുത്ത് നമ്മുടെ പേര് ഇവിടെ മുകളിൽ കാണാം. അതിൻ്റെ പേരിൻ്റെ സൈസ് കളറൊക്കെ ഇവിടെ നമുക്കിതാ നമ്മുടെ പേരിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ പേര് കളർ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്കാണോ വിളിക്കുന്നത് അയാൾക്ക് നമ്മുടെ ഈ ഫോട്ടോ ആണ് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിന് എൻ്റെ ഈ ഫോട്ടോ കാണാൻ സാധിക്കും. എൻ്റെ കോൾ വരുന്നതോടൊപ്പം തന്നെ ഞാനിവിടെ എൻ്റെ പേരിനകത്ത് ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് ആ കളർ പേരും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഏതാണെങ്കിൽ ആ ഫോട്ടോയുമായിരിക്കും അയാൾക്ക് കാണാം. അപ്പോൾ അയാളുടെ ഫോണിലേക്ക് നമ്മുടെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണിത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗം ഇതുപോലെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലത്ത് ഭാഗത്ത് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് മധ്യഭാഗത്തൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഷോ യുവർ കോളിംഗ് കാർഡ് ടു ഓൺലി യുവർ കോൺടാക്റ്റ് എന്നുള്ള ഭാഗം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഇവിടെ ഓൺലി യുവർ കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മൾ ഈ ഫോട്ടോ വെച്ച് നമ്മുടെ സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്ത വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് മാത്രം നമ്മുടെ ഫോട്ടോ കണ്ടാൽ മതിയെങ്കിൽ ഓൺലി യുവർ കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഫീച്ചർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓൺലി യുവർ കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടി പറഞ്ഞതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എവരി വൺ ദാറ്റ് യു ടോക്ക് ടു എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മൾ അതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ആൾ കാണിക്കും. കോൺടാക്റ്റിലെ വ്യക്തിയാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റിൽ ഇല്ല, നമുക്കറിയാത്തൊരു വ്യക്തിക്ക് നമ്മൾ കൂടെ ചെയ്യാണ്, അയാൾക്ക് നമ്മുടെ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ മറ്റൊരപ്പുറത്തിരിക്കുന്ന ആൾക്ക് വിളിക്കുന്ന സമയത്ത് അയാളുടെ ഫോണിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കാണോ വിളിക്കുന്നത് അയാൾക്ക്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഞാൻ വിളിക്കുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ എൻ്റെ ഫോട്ടോ കാണിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പേര് നോക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ ആളാണെന്ന് മനസ്സിലാക്കി കോൾ ചെയ്യാൻ പറ്റും. ആ ഒരു സൗകര്യമാണിത്, ഒന്നാമത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തെ ഫീച്ചറിലോട്ട് വരാം, കോൺടാക്റ്റ് കോളിംഗ് കാർഡ് എന്നുള്ള ഓപ്ഷൻ. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റാണ് ഓപ്പണായി വരിക. നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നമ്മളൊരു വ്യക്തി ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗാലറിയിൽ നിന്ന് ആ വ്യക്തിയുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നമുക്ക് എപ്പോൾ വിളിക്കുമ്പോഴും നമുക്ക് അയാളുടെ ഫോട്ടോ നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഭാര്യയോ കാമുകനോ കാമുകിയോ ഒക്കെ അവരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പറിൽ അവരുടെ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ നമ്മുടെ ഫോണിൽ കാണിക്കും. നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫോട്ടോ അപ്പുറത്തുള്ള ആൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കോൺടാക്റ്റിലുള്ള ഓരോ വ്യക്തികളെ അവരുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ അവരുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ അറിയാത്ത ആൾക്കൊക്കെ നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അയാൾക്ക് നമ്മുടെ ഫോട്ടോ കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ പെട്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സൗകര്യം ആണിത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമുക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ഫോട്ടോ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.